ഹലോ. ഇന്ന് നമ്മൾ ഡേ 12 ആണ്. ഇന്നത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 67.9 ആണ്. കഴിഞ്ഞ വെയിറ്റ് 68 ആണെന്ന് തോന്നുന്നു. മേ ബി എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പം നമ്മൾ 10-ാം തീയതി വെയിറ്റ് നോക്കണ്ടായിരുന്നു. അപ്പം ഞാനത് മറന്നുപോയി. ഞാൻ വെയിറ്റ് നോക്കിയായിരുന്നു ഓൾറെഡി. പക്ഷെ ഞാൻ വീഡിയോ ക്ലിപ്പ് ആഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പം ഇന്ന് രാവിലെ ഞാൻ കഴിച്ചതെന്ന് വെച്ചാൽ 2 പാൻ കേക്കാണ്. ഈ പാൻ കേക്കിനകത്ത് മൈദ, അതുപോലെ തന്നെ ഉപ്പ്, കുറച്ച് പഞ്ചസാര, പിന്നെ കൊക്കോ പൊടി, കുറച്ച് ഒരു മുട്ട, ഇത്ര ഇട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു മുട്ടയെ എനിക്ക് മുട്ടയുടെ ചുവ മുന്തി നിൽക്കുന്നത് ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ പാൻ കേക്കിൻ്റെ റെസിപ്പി. 2 പാൻ കേക്കാണ് ഞാൻ കഴിച്ചത്. കൂടെ കുറച്ച് മധുരം ഇട്ട കാരണം തന്നെ വേറെ കറികളോ അല്ലെങ്കിൽ ചോക്ലേറ്റ് സ്പ്രെഡോ ഒന്നും ഞാൻ ഉപയോഗിച്ചില്ല. ഇങ്ങനെ തന്നെ പ്ലെയിനായിട്ട് കഴിക്കുകയാണ്. 2 എണ്ണം കഴിച്ചിട്ട് മതിയാവാത്തവരാണെങ്കിൽ ഒരെണ്ണം കൂടെ കഴിക്കുക. അങ്ങനെ 3 എണ്ണം കഴിക്കുക. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ബാർബിക്യൂ കഴിക്കുന്ന വീഡിയോ കണ്ടപ്പോൾ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ ദിവസവും ഇങ്ങനെ പുറത്തുനിന്ന് കഴിച്ചാൽ പ്രശ്നമുണ്ടോ എന്ന്. എല്ലാ ദിവസവും കഴിച്ചാൽ പ്രശ്നമുണ്ട്. പക്ഷേ എനിക്ക് ക്രേവിങ്സ് തോന്നുമ്പോൾ ഒക്കെ കഴിക്കും കേട്ടോ. കാരണം ഞാൻ കട്ട ഡയറ്റിലായിരുന്നപ്പോൾ ഞാൻ കഴിക്കത്തില്ലായിരുന്നു. ഇപ്പം എനിക്ക് 70 കിലോ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മുതൽ ഞാൻ കഴിക്കുന്നുണ്ട്. കാരണം നമുക്ക് ക്രേവിങ്സ്, നമ്മളൊരു ഗോൾ എത്തി. ഇനി നമുക്ക് കിട്ടുന്നതെല്ലാം ബോണസാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കുഴപ്പമില്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാട്ടോ കട്ട എന്ന് വെച്ചാൽ നമുക്കൊരു ഗോൾ എത്തുന്നോടം വരെ നമ്മൾ അങ്ങനെ സ്ഥിരം ജങ്ക്സ് കഴിക്കുന്നത് നല്ലതല്ല. പിന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് കഴിച്ചത് ഒരു ബാർബിക്യൂ ആണ്. അതും ഞാൻ ലെഗ് പീസാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു റുമാലി റൊട്ടിയാണ് എടുത്തിരിക്കുന്നത്. 2 എണ്ണം വേണ്ടവർക്ക് 2 എണ്ണം കഴിക്കാം. പക്ഷേ മാക്സിമം നമുക്ക് 80% വയറ് നിറയുന്നിടം വരെ കഴിച്ചാൽ മതി. അപ്പം ഞാൻ ഈ ആഴ്ച തന്നെ 2 വട്ടം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എന്തോ ഭയങ്കര ഒരു കൊതിയായിരുന്നു കേട്ടോ ബാർബിക്യൂവിനോട്. പ്രത്യേകിച്ച് ഞാൻ ഈ മേടിച്ച ഷോപ്പിലെ ഭയങ്കര ടേസ്റ്റായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിച്ചത്. അപ്പം അതിൻ്റെ ഒരു ഇത് അറിയാനും ഉണ്ട്. വെയിറ്റ് വലുതായിട്ട് കുറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ കുഴപ്പമില്ല, സാരമില്ലെന്നുള്ള രീതിയിലാണ് പോകുന്നത്. കാരണം ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടാണ് വെയിറ്റ് കുറച്ചത്. ഒരുപാട് ഞാൻ ഫുഡൊക്കെ വീട്ടിലെല്ലാവരും കഴിക്കുന്ന കാണുമ്പോൾ, പുറത്തുനിന്നുള്ള ഫുഡൊക്കെ അവരിരുന്ന് കഴിക്കുന്നത് കാണുമ്പോൾ ഞാനതിൻ്റെ മണം അടിച്ചുകൊണ്ട് ഞാനത് സാക്രിഫൈസ് ചെയ്താണ് ഇരുന്നുകൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നെ ഞാൻ വൈകുന്നേരം ഒന്നും കഴിച്ചില്ല, വൈകിട്ടും ഒന്നും കഴിച്ചിട്ടില്ല. കാരണം ഇത്ര ഹെവി ആയിട്ട് കഴിക്കുമ്പോൾ പിന്നീടൊന്നും കഴിക്കാൻ എനിക്ക് തോന്നിയില്ല. പിന്നെ ഞാൻ എന്തോ ഫ്രൂട്ട്സ് ഇച്ചിരി മാങ്ങ ഏതാണ്ട് കഴിച്ചു. പക്ഷേ അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം ഞാൻ നടക്കുവാണ്. ഇപ്പോൾ പ്രോപ്പറായിട്ട് അങ്ങോട്ട് നടക്കാൻ പറ്റുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അതിൻ്റെതാണ് ഈ വെയിറ്റിൽ അറിയാനും പറ്റുന്നത്. അല്ല നല്ലോണം വെയിറ്റ് കുറയുന്നതായിരുന്നു. പക്ഷേ ഒരു മാസം കൊണ്ട് 5 കിലോ കുറയും. അതെനിക്ക് ഷുവറാണ്. കാരണം എൻ്റെ ഒരു ഗോൾ അങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഞാൻ എന്ത് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും കുറച്ച് നടക്കുന്നത് കൂട്ടിയിട്ടാണെങ്കിലും ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ അത് സെറ്റാക്കി എടുക്കും. അപ്പോൾ അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ് നമുക്ക് വേണ്ടത്. ഞാൻ എന്തൊക്കെ കഴിച്ചാലും എന്തൊക്കെ തെറ്റിപ്പോയാലും എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ സെറ്റാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ മഴയാണ്. അപ്പോൾ രാവിലെ തന്നെ മാക്സിമം നടക്കാൻ നോക്കുക. ഞാൻ രാവിലെ നടക്കാറില്ല. പിന്നെ എന്നെ അന്ന് ഒന്നിനും കൊള്ളത്തില്ല. കാരണം എനിക്ക് ഭയങ്കര ടയേർഡാകും രാവിലെ നടന്നു കഴിഞ്ഞാൽ. പക്ഷേ ഞാൻ ക്ലാസ്സിനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ രാവിലെ നടന്നിട്ട് പിന്നെ ക്ലാസ്സിൽ പോയിട്ട് വൈകിട്ട് ഞാൻ 5-5:30 ആകുമ്പോഴായിരുന്നു വന്നുകൊണ്ടിരുന്നത്. എന്നിട്ട് പിന്നെയും ഞാൻ കുറച്ച് നേരം നടക്കുമായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കുമായിരുന്നു. കാരണം അപ്പോൾ എനിക്ക് എങ്ങനെയായാലും 70 കൊണ്ടുവരിക എന്നുള്ളൊരു ഗോളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ 70 ആയിക്കഴിഞ്ഞപ്പോൾ മുതൽ ഭയങ്കര ആലസ്യമാണ് കേട്ടോ. അതിപ്പോൾ എല്ലാവർക്കും വരുമോയെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും എനിക്ക് കുറച്ച് ആലസ്യം കൂടിയിട്ടുണ്ട്. അതായത് മടി. നമ്മൾ ഗോൾ എത്തിയല്ലോ, അത് കഴിഞ്ഞപ്പോൾ മുതലൊരു മടിയാണ്. പിന്നെ എല്ലാവരും ഇങ്ങനെ ഭയങ്കരമായിട്ട് മെലിഞ്ഞു പോയി, ഇനിയും മെലിഞ്ഞു പോയാൽ കൊള്ളത്തില്ല അങ്ങനെയൊക്കെ പറയുമ്പോൾ മനസ്സിലൊരു വിഷമം, ഇനിയും കുറഞ്ഞാൽ കൊള്ളത്തില്ലേ എങ്ങനെയാണെന്നൊക്കെ ഉള്ളത്. പിന്നെ എനിക്ക് കുറച്ച് വയറ് കുറയാനുണ്ട് കേട്ടോ. എനിക്ക് ഒരുപാട് വയറല്ല, കുറച്ചേ ഉള്ളൂ. ഒരു കൂമ്പ നിൽപ്പുണ്ട്. അപ്പോൾ അതെങ്ങനെയെങ്കിലുമൊക്കെ കുറയ്ക്കണം. അപ്പം ഇതിന് മുമ്പ് ഡയറ്റ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓരോ സ്പെസിഫിക് ബോഡി വെയിറ്റ് കുറച്ചവരുണ്ടെങ്കിൽ എനിക്കും കൂടെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരുവാണെങ്കിൽ നന്നായിട്ടിരിക്കും. അങ്ങനെ നടത്തമൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ നടന്നു കഴിഞ്ഞ് വരുമ്പോഴത്തേനും ഞാൻ കുറേ വെള്ളം കുടിക്കും കേട്ടോ. ഒരു 1/2 ലിറ്ററേലും വെള്ളം കുടിക്കും. ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പാരലായിട്ട് കുടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ അത്രയൊക്കെയാണ് ഇന്നത്തെ കാര്യം. നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും സ്ട്രോങ് ആയിട്ട് ഇരിക്കുക. നടപ്പമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുക. ബൈ.